ഗോവിന്ദാപുരം ബസ് സ്റ്റാൻഡ് ഏറെ ഗതാഗത പ്രാധാന്യമുള്ള ബസ് സ്റ്റാൻഡാണ്. കേരളത്തെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ബസ് സ്റ്റാൻഡ് എന്ന പ്രത്യേകതയും ഗോവിന്ദാപുരത്തിന് സ്വന്തം. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയും ഗോവിന്ദാപുരം ബസ് സ്റ്റാൻഡിന് മാത്രം സ്വന്തം. തമിഴ്നാടിനെയും കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ് ഗോവിന്ദാപുരം. സംസ്ഥാനത്ത് മാത്രം സർവീസ് നടത്തുന്ന ബസ്സുകളെല്ലാം ട്രിപ്പ് അവസാനിപ്പിച്ച് ബസ് സ്റ്റാൻഡിനും പരിസരത്തുമാണ് പാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗോവിന്ദാപുരത്ത് നിന്നും യാത്ര തുടങ്ങുന്ന ബസ്സുകളുടെയും തുടക്കവും സ്റ്റാൻഡിൽ നിന്നാണ്. മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയ്ക്ക് സമീപമാണ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിന്റെ കിഴക്കുഭാഗം ഗോവിന്ദാപുരം പുഴയാണ്. പുഴ പാലം കഴിഞ്ഞാൽ നേരെ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ബസ് സ്റ്റാൻഡിൽ നിന്നും 50 മീറ്റർ ദൂരം പാലത്തിലൂടെ നടന്നാൽ തമിഴ്നാട് അതിർത്തിയെത്താം. ഗോവിന്ദാപുരത്തിന്റെ ഇക്കരെ പടിഞ്ഞാറു ഭാഗത്ത് കേരളത്തിലെ ബസ്സുകളും ഗോവിന്ദാപുരം പാലത്തിന്റെ കിഴക്ക് ഭാഗത്തെ സ്ഥലത്ത് തമിഴ്നാടിന്റെ ബസ്സുകളും പാർക്ക് ചെയ്യും. തമിഴ്നാടിനെയും കേരളത്തിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അന്തർ സംസ്ഥാന സർവീസുകൾ മാത്രമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോകുന്നത്. കേരളത്തിലെ ബസ് ട്രിപ്പ് അവസാനിപ്പിച്ചാൽ പൊള്ളാച്ചി ഭാഗത്തേക്ക് പോകണമെങ്കിൽ നടന്ന് പാലത്തിലൂടെ അക്കരെയെത്തി തമിഴ്നാട് ബസ്സിൽ കയറണം. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ കേരളത്തിലേക്ക് കടക്കണമെങ്കിൽ തമിഴ്നാട് അതിർത്തിയിൽ ബസ് ഇറങ്ങി പാലത്തിലൂടെ നടന്ന് കേരള അതിർത്തി കടന്ന് ബസ് സ്റ്റാൻഡിലെത്തി കേരളത്തിലേക്കുള്ള ബസ് കയറണം. ഇതിനെല്ലാം പരിഹാരമായാണ് അന്തർ സംസ്ഥാന ബസ് ടെർമിനൽ എന്ന ലക്ഷ്യത്തോടെ ഏക്കർ കണക്കിന് സ്ഥലം മുതലമട പഞ്ചായത്ത് പണം കൊടുത്തു വാങ്ങി അടിസ്ഥാന സൗകര്യമൊരുക്കാൻ ശ്രമം തുടങ്ങിയത്. ചെറിയൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം, 1-2 കടമുറികൾ എന്നിവ മാത്രമാണ് ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെയും വ്യവസായ വകുപ്പിന്റെയും സാമ്പത്തിക സഹായം ഉപയോഗിച്ച് നിർദ്ദിഷ്ട ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറു ഭാഗത്തും തെക്കു ഭാഗത്തും ചെറുകിട വ്യവസായ ഷെഡുകൾ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാലും വിശാലമായ സ്ഥലം ഇപ്പോഴും പഞ്ചായത്തിന്റെ സ്വന്തമായുണ്ട്. ഒരു പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നതിനേക്കാൾ ഉപരി സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ വലിയ തുക ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യമൊരുക്കാൻ തികച്ചും അനുയോജ്യമായാണ് ഗോവിന്ദാപുരം ബസ് സ്റ്റാൻഡ്. നിലവിൽ ഇവിടെ വന്നിറങ്ങുന്നവർക്ക് വിശ്രമിക്കാനോ പ്രാഥമിക കൃത്യങ്ങൾക്കോ യാതൊരു സംവിധാനവുമില്ല. വിശ്രമിക്കുന്നത് ദുർഗന്ധം വമിക്കുന്ന സ്ഥലത്താണെങ്കിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത് ചുറ്റുവേലിയുടെയും ചുറ്റുമതിലിന്റെയും മറവിനെ ആശ്രയിച്ചാണ്. ഒരു അന്തർ സംസ്ഥാന ബസ് ടെർമിനലിന് ആവശ്യമായ സ്ഥലം ധാരാളമുള്ള പ്രദേശമാണ്. അന്തർ സംസ്ഥാന പാതയിൽ നിന്നും നേരെ കയറുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ്. നിരവധി സംസ്ഥാന അന്തർ സംസ്ഥാന സർവീസുകൾ ഇതിലെ നടത്തുന്നുണ്ട്. ദീർഘദൂര ബസ്സുകളിൽ പലതും ഇവിടെ അല്പസമയം നിർത്തിയിട്ട് സമയം ക്രമീകരിച്ചാണ് യാത്ര തുടരുന്നത്. അതിനാൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ അടിയന്തരമായി പതിഞ്ഞ് അന്തർ സംസ്ഥാന നിലവാരത്തിൽ ഒരു ബസ് സ്റ്റാൻഡ്, എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും, വിശ്രമ കേന്ദ്രം, ശുചിമുറികൾ ഉൾപ്പെടെ ബസ് ജീവനക്കാർക്ക് വിശ്രമിക്കാനുള്ള സംവിധാനത്തോടെ ഒരുക്കിയാൽ ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും ഉപയോഗപ്രദമാകും. ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം സർക്കാരിന് മുതൽക്കൂട്ടായി മാറും. UTV ന്യൂസ്, പാലക്കാട്.